അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയം നമുക്ക് സമ്മാനിച്ച നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വേഗം വരുന്ന യേശു കർത്താവിൻ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണുമോ? നമ്മുടെ ഉപവാസങ്ങൾ ഫലം കാണുമോ? നമ്മൾ മറ്റൊരു വ്യക്തിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഫലം കാണുമോ? മറ്റൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പങ്കെടുത്താൽ എനിക്ക് വിടുതൽ കിട്ടുമോ? ഇത്യാദി ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആരോടും ചോദിച്ചില്ലെങ്കിലും നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ ചോദിക്കാറുള്ള ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലം കാണും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലം കാണും. ഇന്ന് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ നിങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ, നിങ്ങളിന്ന് ഉച്ചയ്ക്ക്, നിങ്ങൾ ഈ സന്ദേശം കാണുന്നതിന് തൊട്ട് മുൻപേ പ്രാർത്ഥിച്ചിട്ട് ഈ യൂട്യൂബ് തുറന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ സൂം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആണ്. അത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു മനുഷ്യൻ കാണാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ അറിയാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കേൾക്കാതിരിക്കുമ്പോൾ അത് വ്യക്തമായി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ ഏറ്റവും വലിയ മോട്ടിവേഷൻ നമുക്ക് ആരാണെന്നറിയാമോ? ഏറ്റവും നല്ല പ്രാർത്ഥിക്കാൻ മോട്ടിവേഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രാർത്ഥിക്കാൻ മോട്ടിവേഷൻ. യേശു ക്രിസ്തുവാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. മൂന്നാമത് കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച ദൈവം യേശു ആദ്യം ഉപയോഗിക്കുന്ന പദം സ്വർഗസ്ഥ. അപ്പോൾ പ്രാർത്ഥന പോകുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. കേൾക്കുക, പ്രാർത്ഥന പോകുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവം എന്താണ്? സഞ്ചരിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവം എന്താണ്? ശബ്ദം ഉണ്ടാക്കുന്നതല്ല, ബഹളം വെക്കുന്നതല്ല. ദീപ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും, നമ്മുടെ പ്രസംഗ രീതികൾ ഭയങ്കര ശബ്ദമുള്ളതായിരിക്കും. പക്ഷേ വേദപുസ്തകം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, അത് സഞ്ചാര സ്വഭാവമുള്ളതാണ് പ്രാർത്ഥന. സഞ്ചാര സ്വഭാവമുള്ള പ്രാർത്ഥന. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥന സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണെന്ന്, താങ്കളുടെ പ്രാർത്ഥന സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണെന്ന്, താങ്കളുടെ നിലവിളികൾ സഞ്ചരിക്കുന്ന നിലവിളികളാണെന്ന്, താങ്കളുടെ വിശ്വാസം സഞ്ചരിക്കുന്ന വിശ്വാസമാണെന്ന്, താങ്കൾ പ്രാർത്ഥിക്കുന്നത് സഞ്ചരിപ്പിക്കുന്ന പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അത് വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ, അത് കൂട്ടായ്മയിലെ പ്രാർത്ഥനകളാകട്ടെ, അത് മധ്യസ്ഥ പ്രാർത്ഥനകളാകട്ടെ, അത് ഫലം കൊണ്ടുവന്നിരിക്കും. In the name of Jesus. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും കൂട്ടായി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നേരെയല്ല, വശങ്ങളിലേക്കല്ല, പുറകിലേക്കല്ല. പ്രാർത്ഥന പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഹല്ലേലൂയ. മറുപടി വെളിപ്പെടുന്നത് എവിടുന്നാണെന്ന് അറിയാമോ? മറുപടി വെളിപ്പെടുന്നത് ഉയരത്തിൽ നിന്നാണ്. മറുപടി വെളിപ്പെടുന്ന ഉയരത്തിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്ന അത്ര സമയം പോലും വേണ്ടാതെ നടക്കുന്നൊരു കാര്യമാണ്. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും വേണ്ട അതിന് മറുപടി വെളിപ്പെടാൻ. അത്ര പ്രകാശ വേഗത്തേക്കാൾ വേഗതയുള്ളതാകുന്നു നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. In the name of Jesus. Hallelujah. ഇവിടെ യേശുവാണ് പ്രാർത്ഥിക്കാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത്, ഒരു മോട്ടിവേഷൻ തരുന്നത്. നമ്മുടെ ഉള്ളിലൊരു താല്പര്യം, ഒരു ആർജം ഉണ്ടാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാണ്. സ്വർഗസ്ഥ, ഇങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകുന്നു, പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കാണുന്നു, പ്രാർത്ഥന സ്വർഗത്തിൽ എടുക്കുന്നു, മറുപടി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നമ്മെ മനസ്സിലാക്കിച്ചു തന്ന ഒരു വ്യക്തിത്വമാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ആദ്യം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 26 വാക്യം വരെയും, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ആ അധ്യായം തീരുന്നത് 26 വാക്യം കൊണ്ടാണ്. ആ 26 വാക്യവും യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളായിരുന്നു. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളായിരുന്നു. ഒന്ന്, യേശു
ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന്, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2, കർത്താവ് ഭാവി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മുഴുവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപേ താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ മുഴുവൻ ലോകത്തെയും സമർപ്പിച്ചുള്ള പ്രാർത്ഥനകളാകുന്നു. കർത്താവിനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ പ്രാർത്ഥന സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണ്. 2, എൻ്റെ പ്രാർത്ഥന ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുമ്പോഴും പ്രാർത്ഥനയെ നിങ്ങൾ വില കുറച്ച് കാണണ്ട. ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണ്ട. പ്രാർത്ഥന സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാനും കഴിയും. പ്രാർത്ഥന സഞ്ചരിച്ചു പോകാൻ തടസ്സങ്ങളില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നു എങ്കിൽ ആ പ്രാർത്ഥന ചലിക്കാത്തതിനെ ചലിപ്പിക്കുകയും ചെയ്തിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സഞ്ചരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് മരിച്ചതിനെ ഉയർപ്പിച്ചിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്താൻ തടയാൻ ഒന്നിനും കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അതോറിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചലനം തട്ടാത്ത ചിലതിനെ ചലിപ്പിച്ചിരിക്കും. ഖമാ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഷൗട്ട് ഹല്ലേലൂയ, ആമേൻ. റെമോഗോ സറ്റലാബാഷികെ. യേശു പ്രാർത്ഥിച്ചു നോക്കി. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ വാക്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഭൂമിയിൽ ദൈവത്തെ, യേശുവിനെ മഹത്വപ്പെടുത്തി? പറയാൻ പറ്റുമോ? പലപ്പോഴും നമ്മുടെ പേര് ദോഷപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ പേരിൻ്റെ മഹത്വം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ തലമുറകളുടെ പേര് ദോഷം വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഇമേജിന് ദോഷം തട്ടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ റവന്യൂ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം എന്തൊക്കെയോ ഏതൊക്കെയോ നമ്മളാൽ കഴിയുന്നത് പോലെയൊക്കെയും ചെയ്ത് നമ്മുടെ മഹത്വത്തെ നിലനിർത്തിയിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബപ്പേര് നിലനിൽക്കാൻ വേണ്ടി, നമുക്ക് ജനത്തിൻ്റെ ഇടയിലുള്ള ഒരു പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ നിറം മങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി, എന്തൊക്കെയോ ചെയ്തുകൂട്ടി, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ ഭൂമിയിൽ നാം നിലനിൽക്കാൻ വേണ്ടി ചില പെടാപ്പാട് പെടുമ്പോൾ യേശു തുറന്ന മനസ്സോടെ, നിസ്സംശയം, മനസ്സാക്ഷി കുത്തില്ലാതെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന് മാത്രം, കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം നട്ടെല്ല് നിവർന്നു നിന്ന്, നെഞ്ചു വിരിച്ചു പിടിച്ച്, കണ്ണ് ചിമ്മാതെ സ്വർഗത്തിലേക്ക് നോക്കി ഉൾക്കുത്തില്ലാതെ പറയാൻ കഴിയുന്ന ഒരു പദമാണ്, നീ എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. ഹേയ്
പലതും സ്വർഗം നിന്നെ ഏൽപ്പിച്ചിട്ടും, പലതും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് താങ്കളുടെ ഉള്ളിൽ പറഞ്ഞിട്ടും, പലതും ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും, പലതും ചെയ്യേണ്ടതല്ലേ എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടും, പലതും പെൻഡിങ് വെച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. In the name of Jesus. എന്തുകൊണ്ടാണ് യേശുവിന് തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ മുഖം മറയ്ക്കാതെ നിൽക്കാൻ കഴിഞ്ഞെന്നറിയാമോ? പത്രോസിന് യേശുവുമായിട്ട് ആദ്യത്തെ പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ മുമ്പിൽ നിന്നത് മതി കർത്താവേ, എന്നെ വിട്ടു പോകാം. യേശുവെ എന്നെ വിട്ടു പോകാം. എന്നാ അത്? പടക് നിറഞ്ഞ സന്ദർഭം. എന്നെ വിട്ടു പോ കർത്താവേ, എനിക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നെപ്പോലൊരു പാപിയായ മനുഷ്യനല്ല, എന്നെപ്പോലത്തെ ഒരു സാധാരണ വ്യക്തിയല്ല. അങ്ങയിലൊരു അധികാരം ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ദയവായി എന്നെ വിട്ടു പോകണമേ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പത്രോസിന് നിൽക്കാൻ പറ്റാത്തത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറയ്ക്കത്തക്ക ചില സംഭവങ്ങൾ മറഞ്ഞു കിടന്നതുകൊണ്ട്. ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടുമ്പോൾ, കർത്താവിന്റെ ഗ്ലോറി നമ്മുടെ റൂമിൽ ഇറങ്ങുമ്പോൾ, അതാദ്യമായി എൻ്റെ കണ്ണുകളിൽ കാണുമ്പോൾ, അതാദ്യമായി ഞാൻ ആ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, എനിക്ക് മറയ്ക്കത്തക്ക എന്തെങ്കിലും കൊണ്ട് എൻ്റെ മുഖം മറച്ചു കളയേണ്ടാത്ത ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. മറയ്ക്കാൻ ഒരുപാടുണ്ട്. ഒരു മനുഷ്യന് മറയ്ക്കത്തക്ക പലതുമുണ്ട്. എന്നാൽ കുറ്റപ്പെടുത്താത്ത മനസ്സും ഒളിച്ചു വെച്ചിട്ടില്ലാത്ത ഒരു ജീവിതവും, എനിക്ക് ക്രിസ്തുവിന്റെ മുമ്പിൽ എനിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന തുറന്ന അനുഭവമാണ് നിന്നെ പരിശുദ്ധാത്മ നിറവുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നത്. പീറ്ററിന് ഒളിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു അന്ന്. കാരണം യേശുവിനെ പോലെ ഒരു വ്യക്തിയുടെ കൂടെ, അല്ലെങ്കിൽ യേശുവിനെ പടകിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു വ്യക്തി അല്ല ഞാൻ എന്ന് അന്ന് പത്രോസ് മനസ്സിലാക്കി. കർത്താവിൻ്റെ കൂടെ വേണം, എൻ്റെ വീട്ടിൽ വേണം, എൻ്റെ ബെഡിൽ വേണം, ഞാൻ കയറുന്നിടത്തെല്ലാം വേണം, എൻ്റെ വാഹനത്തിൽ വേണം, എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ പത്രോസ് ചിന്തിച്ച റിലത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിച്ച് തുടങ്ങിയെങ്കിലേ ഈ കാര്യം ഇപ്പൊ പിടിയിട്ടുള്ളൂ. എന്റെ പടകിൽ എന്തുകൊണ്ട് യേശു ഇല്ല? എന്റെ കൂടെ എന്തുകൊണ്ട് ചില സമയമെങ്കിലും യേശു ഇല്ല? എന്തുകൊണ്ട് ഞാൻ ചിലതെങ്കിലും സംസാരിക്കുമ്പോൾ യേശു മ്യൂട്ട് അടിച്ചിരിക്കുന്നു? നെയിം ഓഫ് ജീസസ്. പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. വെള്ളം ചേർത്തിട്ടില്ല, ഉപായം ചേർത്തിട്ടില്ല, കൂട്ടിച്ചേർത്തിട്ടില്ല, പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടില്ല. ഒരു വായനക്കാരന് രസം വരാൻ വേണ്ടി ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. യേശു പറഞ്ഞതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഈ ക്വസ്റ്റ്യൻ നമ്മോട് ഓരോരുത്തരോടുമാണ്. എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു ഇന്ന് വരെ? 30 വർഷം, 40 വർഷം, 45 വർഷം, 50 വർഷം, 55, 60, 58, 63. ഞാൻ ഈ 63 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചു.
പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തി? ഒന്ന്, മഹത്വപ്പെടുത്തി എന്നത് പൂർണ്ണമായി ചിന്തിക്കണം. 2, ഭൂമിയിൽ 63 വർഷവും എനിക്ക് ദൈവം ചെയ്യാൻ തന്ന വേല ഞാൻ തികച്ചു. അതിൽ ഇത്ര പ്രാവശ്യം തികച്ചു. 63 വർഷം തികച്ചു എന്നല്ല, അതിൽ ഇത്ര പ്രാവശ്യവും ഞാൻ തികച്ചു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഓ ഹല്ലേലൂയ! തികച്ചു, ഞാൻ ഇത്ര പ്രാവശ്യമൊക്കെ തികച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തികച്ചു എന്ന് പറയുന്നതിനകത്ത് വെള്ളം ചേർക്കാത്ത പ്യൂരിറ്റി വേണം. തികഞ്ഞു എങ്കിലേ തികയ്ക്കാൻ പാടുള്ളൂ, തികച്ചു എന്ന് പറയാൻ പാടുള്ളൂ. ആമേൻ. കാരണം യേശു തികച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം തികഞ്ഞ ഒരു തികവിനെ കുറിച്ചല്ല അത് പറയുന്നത്. യേശു പ്രാർത്ഥിച്ചിട്ടും പ്രവൃത്തി തികയ്ക്കാൻ കഴിയാത്തതുപോലെ കുറ്റം വിധിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും പരിഹസിക്കുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരും കുലപാതകികളായിട്ടുള്ള ജനവും എല്ലാം യേശുവിനെ കൊന്നുകളവാൻ പലവട്ടം പതിയിരുന്നു. അതിൻ്റെ മധ്യത്തിലും യേശു അതിനെ തകർത്ത് മുൻപോട്ട് പോയി എന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മേൽ കിടന്ന അധികാരം കൊണ്ടാണ്. ആരിലാണ് അതോറിറ്റി വർക്ക് ചെയ്യുന്നത്? അതോറിറ്റി വർക്ക് ചെയ്യുന്നത് ചിലതിനെ തകർക്കാൻ വേണ്ടി ഡിസിഷൻ എടുത്തവന്റെ മേലാണ്. ഭയപ്പെട്ടു പോകല്ല. ഭൂമിയിൽ ഒരു വ്യക്തിയെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. നിങ്ങളെ ദൈവം ഭൂമിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികയ്ക്കേണ്ട ചില വേല ഭൂമിയിൽ ദൈവം ഇട്ടിട്ടുണ്ട്. ആ വേല ഒരിക്കലും ദീപ് പാസ്റ്റർ വന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. നിങ്ങൾ ചെയ്യാനുള്ള വേലയും കൂടെ ദീപ് പാസ്റ്റർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകത്തില്ല, പറ്റത്തില്ല. അത് നിങ്ങൾക്കിട്ടിരിക്കുന്ന കോളിംഗ് ആണ്. നിന്നെ വഴിയിലിരുന്ന് തടയാനും വഴിയിലിരുന്ന് കുറ്റം വിധിക്കാനും വിരൽ ചൂണ്ടി കുറവ് ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ആരൊക്കെ ശ്രമിച്ചാലും സ്വർഗത്തിലേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ മകളുടെ ഹൃദയം താങ്കൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണും. നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ, ആമേൻ. നീ ഏക സത്യ ദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ബാക്കി ചെയ്യാനുണ്ട്. ഒരുപാട് ദൂരം ഇനി താങ്കൾക്ക് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളുടെ മറുപടികളെ വാങ്ങിവെച്ച് തികയ്ക്കാനുണ്ട്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന സകല ശക്തികളും ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തിയിൽ ക്യാൻസലാകുന്നു. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ ഭൂമിയിൽ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഒരു ഊർജം ആവശ്യമാണ്. ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു മേശ മുൻപോട്ടേക്ക് തള്ളി നീക്കുവാൻ ഒരു ബലം പ്രയോഗിക്കണം. ബലത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ് ഊർജം. ഒരു ബലം. ഈ ബലം എവിടുന്ന് വന്നു എന്നറിയാമോ? ഈ ബലം പ്രവൃത്തി ചെയ്യാൻ ആര് കൊടുത്തോ അവനിൽ നിന്ന് വന്നതാണ്. കർത്താവ് എവിടുന്നാണ് ട്രെയിനിങ് കിട്ടിയത്? ഉയരത്തിൽ നിന്നാണ് യേശുവിന് ട്രെയിനിങ് കിട്ടിയത്. ഹൗ ഗ്ലോറിയസ് പവർ ഓഫ് ഗാഡ്. കർത്താവ് യൂസ് ചെയ്തിരുന്ന അസാധാരണമായ ശക്തിക്കായി സ്തോത്രം. ആ ശക്തി പിതാവ് നമ്മുടെ മേൽ പകരാൻ പോകുന്നു. ആമേൻ. ഞാൻ ഒരിക്കലും കരുതുന്നില്ല കർത്താവ് കഴിച്ച അപ്പത്തിൻ്റെയും മീനിൻ്റെയും ബലം കൊണ്ടാണ് യേശു പലതും ചെയ്ത് പൂർത്തീകരിച്ചതെന്ന്. അങ്ങനെ സാധിക്കുകയില്ല, അങ്ങനെ സാധിക്കുകയില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കഴിക്കാത്തത് കൊണ്ടോ നമുക്കൊരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല.
നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ശരിയായ ഒരു കോളിംഗ്. സഹോദര, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ മടുത്തു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. ഐ ആം എ ചോസൺ പേഴ്സൺ, ഐ ഹാവ് എ കോളിംഗ്. എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച ഒരു വിളിയുണ്ട്, ഞാൻ വിളിക്കപ്പെട്ട ജനമാണ്. നിങ്ങളോട് തന്നെ പറയണം. സാഹചര്യങ്ങൾ നിങ്ങളോട് പറയും, നിന്നെ ഒന്നും ദൈവത്തിന് വേണ്ട, അതുകൊണ്ടല്ലേ കർത്താവ് പ്രവർത്തിക്കാത്തതെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ വിളിച്ച ഒരു വ്യക്തി. കാരണം യേശു ഇവിടെ പറയുന്നൊരു വാക്ക് ഇതാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി. ദൈവം എന്നെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നവരെ, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവത്തിന് വേണ്ടേ, കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരെ, വചനം പറയുന്നു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി. പത്രോസിനെ വിളിച്ചിട്ട് പൗലോസിൻ്റെ എടുത്തു ചെയ്തോ എന്ന് ദൈവം പറഞ്ഞില്ല. പൗലോസിനെ വിളിച്ചിട്ട് യേശുക്രിസ്തുവിൽ നിന്ന് എടുത്തു ചെയ്തോ എന്ന് പറഞ്ഞില്ല. സ്തേഫാനോസിനെ വിളിച്ചിട്ട് ഫിലിപ്പോസിൽ നിന്ന് എടുത്തു ചെയ്തോ എന്ന് പറഞ്ഞില്ല. വിളിച്ചവന് വേല കൊടുത്തു. തിമോത്തിയോസിനെ വിളിച്ചിട്ട് നിന്റെ പിതാവ്, ആത്മീയ പിതാവ് പൗലോസ് ചെയ്തതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞില്ല. തിമോത്തിയോസിന്റെ വേല, തീത്തോസിന്റെ വേല. ഓ മൈറ്റി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, എനിക്കിനി എന്ത് ചെയ്യാനുണ്ട്, എനിക്കിനി എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്ന, ഞാൻ ഇനി ഈ പ്രായത്തിൽ എന്ത് ചെയ്യാനാ, എന്നെയൊക്കെ ഇനി എന്തിനാ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുക. ആമേൻ. ഓ ജീസസ്. ഓ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. തികയ്ക്കുന്ന ദൈവം. നിന്റെ വീട്ടിൽ പലതും തികവില്ലാതെ കടന്നു പോകുന്ന നാളുകളാണിതെങ്കിൽ, ഒന്നും എവിടെയും കൊണ്ടുമുട്ടിക്കാൻ കഴിയാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാളിലാണ് നീയെങ്കിൽ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും തികവിലേക്ക് എത്തുന്നില്ലെങ്കിൽ, പ്രവൃത്തി ചെയ്യാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തികയ്ക്കാനുള്ള ദൈവശക്തിയും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിക്ഷേപിക്കും. മടുത്തു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ ഉപവാസത്തിന്റെ മറുപടിക്ക്, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വെളിപ്പെടാനുള്ള നാഴിക. Father, the hour has come. Father, the hour has come. Rubataya kabusatala rakatalaba. പിതാവിനോട് യേശു ഓർമ്മപ്പെടുത്തുകയാണ്, നാഴിക വന്നിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയേണ്ട സത്യം. സാത്താൻ വിട്ടു തരുമ്പോഴല്ല നിന്റെ പ്രാർത്ഥനയുടെ മറുപടി. സാത്താൻ തോറ്റ് പിന്മാറുമ്പോഴല്ല നിന്റെ നാഴിക വരുന്നത്. പിശാച് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ചെവി പൊത്തി ഓടുമ്പോഴല്ല പറയേണ്ടത്, ഫാദർ ദ ഹവർ ഹാസ് കം അല്ല. പിന്നെ എപ്പോഴാണ് എനിക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ചോർന്നു പോയിട്ടില്ല എന്ന് ഞാൻ അറിയുമ്പോൾ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ഊർജം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഞാൻ അറിയുമ്പോൾ, എന്നെ കർത്താവ് വിളിച്ചതല്ല, എനിക്ക് വെറുതെ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ആവേശം കൊണ്ട് ഞാൻ കേറിയതല്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, in the name of Jesus, നിങ്ങൾ പറയും, Father, the hour has come.
glorify your Son, that the Son may glorify you, since you have given him authority over all flesh. സകല ജനത്തിന്റെ മേലും അധികാരം കൊടുത്തത് ആരാ? യേശുവിന്, പിതാവാ. അതാ പറയുന്നത്, നീ എനിക്ക് സകല ജഡത്തിന്റെ മേലും സകല മനുഷ്യന്റെ മേലും എനിക്ക് അധികാരം തന്നുവല്ലോ. ഹേയ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയുന്നില്ലയോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതോറിറ്റി. Father, since you have given him authority over all flesh to give eternal life to all whom you have given them. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഈ അധികാരമാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഈ പ്രാർത്ഥന രണ്ട് രീതിയിലുണ്ട്. രണ്ടോ അതിലധികമോ കാണും. പക്ഷെ അതിലൊരു പ്രാർത്ഥന ഇതാണ്, അതിൽ രണ്ട് പ്രാർത്ഥന ഇതാണ്. ഒന്ന്, അധികാരത്തോടു കൂടിയ പ്രാർത്ഥന. രണ്ട്, അധികാരം തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന സാത്താൻ ആ പ്രാർത്ഥനയുടെ നടുവിൽ ഫുട്ബോൾ കളിക്കും. 2 ഗോൾ പോസ്റ്റിന് പകരം അവൻ 4 ഗോൾ പോസ്റ്റ് സ്ഥാപിക്കും. കാരണം ആ പ്രാർത്ഥനയിലൊന്നും നടക്കില്ല. പക്ഷേ നിങ്ങൾ അധികാരമുള്ളൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, നിങ്ങളിൽ അധികാരം ചലിക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥന സഞ്ചരിക്കുന്ന പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ സാത്താൻ ഗോൾ പോസ്റ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ആയുസ്സിൽ പിന്നെ അവന് പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ടാകുകയില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നിന്നാൽ അവന് ഭീകര നഷ്ടമുണ്ടാകും എന്ന് സാത്താൻ തിരിച്ചറിയുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രാർത്ഥന ഫലം കൊണ്ടുവരും. ആ പ്രാർത്ഥന മറുപടി കൊണ്ടുവരും. ആമേൻ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. അത് 26 വാക്യമുണ്ട് കേട്ടോ. ആ 26 വാക്യത്തിൽ നിങ്ങളത് 26 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്തെടുത്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഒന്ന് യേശു മുഴുവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ യേശു ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓ റാസറ്റലാബ ഷറ്റയാബ ലാംബോറോകോസി കറ്റലാബ ലേബ്രോകോസി കറ്റയാബ ഷറ്റലാബ. 20ാമത്തെ വാക്യം നോക്കിയേ. 20ാമത്തെ വാക്യം, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഭാവി തലമുറയ്ക്ക് വേണ്ടി. നിങ്ങളുടെ മക്കൾ ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിലാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അത്രയോ അല്ലെങ്കിൽ ഇതുവരെ അവർ വിശ്വാസത്തിൽ വന്നിട്ടില്ലേ? അതോ വിശ്വാസത്തിൽ വന്നിട്ട് അവരൊക്കെ തെറ്റിപ്പോയോ? പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ നിലയിലുള്ള പ്രാർത്ഥനകളാകുന്നു എങ്കിൽ, വചനം പറയുക, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടി ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വ്യക്തി തിരിഞ്ഞു വരുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള കാര്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലേ? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ആരാ? യേശു. ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ടെന്നുള്ളതല്ല, ഞാൻ വിശ്വസിക്കുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വായിച്ചു നോക്ക്,
ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്നലെ എന്നിൽ വിശ്വസിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും കൂടി, ഭാവി തലമുറയ്ക്ക്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ നിൽക്കുന്നത്. ആ പ്രാർത്ഥനയൊക്കെ കിടക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥന വെറുതെ പോകത്തില്ലെന്ന് അങ്ങനത്തെ ഒരു തല മനസ്സിലാക്കിയ ഒരു പുണ്യാത്മാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രാർത്ഥന വെറുതെ പോകത്തില്ല. നമ്മൾ എന്തിനാ കഴിഞ്ഞ ദിവസം രാത്രി 10 മണി മുതൽ 11:30 മണി വരെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? ആർക്കും ഉറക്കമില്ലാഞ്ഞിട്ടാണോ? വെറുതെ പോകത്തില്ല പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ വിടുതൽ എന്തോരം നടന്നെന്നറിയാവോ? ഹല്ലേലൂയ, ആമേൻ. നിങ്ങളിൽ പലർക്കും വിഷമമുണ്ട്, എനിക്കറിയാം. നിങ്ങൾക്ക് പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, നമുക്ക് ഇനി അവസരങ്ങളുണ്ട്, ഇനിയും ജോയിൻ ചെയ്യാം. പ്രാർത്ഥനകൾ കുറയ്ക്കാൻ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് ഒരിക്കലും തയ്യാറല്ല. ഹല്ലേലൂയ. വചനം പറയാണ്, ഭാവിയിൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വായിച്ചിരിക്കുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞോ? ഞാൻ പറയുന്നു, ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ മൂക്കിൽ നിന്ന് ശ്വാസം കർത്താവ് തിരിച്ചെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ പ്രാണനെ യേശു വിളിക്കുന്നത് വരെ അവൻ ഈ ഭൂമിയിൽ ചെയ്യാൻ കർത്തവ്യങ്ങളുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. എൻഡ്ലെസ് ആയിട്ടുള്ള, ഒന്നുകൂടെ എന്താ പറയേണ്ടത് വൃത്തിയായിട്ട്, പെൻഷൻ പറ്റാത്ത ഒരു ജോലി, റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലി, സൗന്ദര്യം മാനദണ്ഡമല്ലാത്ത ഒരു ജോലി എന്ന് പറയുന്നത് ശരിയല്ല, ഒരു ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ശരി. വേല, അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. എന്തൊരു നിശ്ചയദാർഢ്യമാണ്. പലർക്കും ഞാൻ പ്രാർത്ഥിച്ചു, ഇനി പ്രാർത്ഥിക്കണമെന്നുള്ളത് മറുപടിയുടെ രീതി അനുസരിച്ചിട്ട് തീരുമാനിക്കാം. അതാ പലരുടെ രീതി. ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു. സത്യമാണ്, മറുപടി കിട്ടാത്തത് കൊണ്ട് മടുപ്പ് വരും, മാനുഷികം. പക്ഷേ യേശുവിനെ ഭരിച്ചിരുന്ന രീതി നിങ്ങൾ പഠിച്ചാൽ, മാനുഷിക രീതി അല്ല യേശുവിനെ മനുഷ്യപുത്രൻ എന്നും വിളിക്കും, ദൈവപുത്രൻ എന്നും വിളിക്കും. യേശുവിനെ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശു പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശു പറഞ്ഞ വാക്കാ. ഇതേ യേശുവിനെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കും. പക്ഷേ മനുഷ്യപുത്രനാകുന്ന യേശുവിൽ ജീവിച്ചിരുന്ന ആത്മാവ് മനുഷ്യപുത്രന്റെ ആത്മാവല്ല, ദൈവപുത്രത്വത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവദത്തമായ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ യേശു പറയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. താഴേക്ക് വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യം വായിച്ചേ. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഞാൻ വിശ്വാസം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഇനിയും ഡിക്ലെയർ ചെയ്യും. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഇനിയും വിശ്വസിക്കും. ഞാൻ ഉപവസിച്ചിരിക്കുന്നു, ഇനിയും ഉപവസിക്കും. ഞാൻ പിശാചിനെ പുറത്താക്കിയിരിക്കുന്നു, ഇനിയും പുറത്താക്കും.
ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇനിയും വിശ്വസിക്കും. ഞാൻ ഒരാത്മാവിനെ കർത്താവിന് വേണ്ടി നേടിയിരിക്കുന്നു, ഇനിയും നേടും. സാത്താൻ ആരെങ്കിലും നോക്കി കണ്ണുരുട്ടി എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ടോ? അയ്യോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടവർ ഇതിനകത്തുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ ആത്മാവിനെ ശാസിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇനിയും ചെയ്യും, ഇനിയും പ്രാർത്ഥിക്കും, ഇനിയും ഉപവസിക്കും, ഇനിയും കർത്താവിന് വേണ്ടി ഓടും, ഇനിയും ദൈവനാമത്തിന് വേണ്ടി ചെയ്യും. സാത്താനെ ഭയപ്പെടാത്ത ഒരു ജനറേഷൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇനിയും വെളിപ്പെടുത്തും. നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം ഇനിയും മറച്ചു വെക്കുവോ, ഇനിയും വെളിപ്പെടുത്തുവോ? നിന്റെ മേൽ പരിശുദ്ധാത്മാവിട്ടിരിക്കുന്ന പ്രാർത്ഥന ഇനിയും മറച്ചു വെക്കുവോ, ഇനിയും വെളിപ്പെടുത്തുവോ? നിന്നെ ദൈവം വിളിച്ച വിളിയുടെ ഉദ്ദേശം ഇനിയും മറച്ചു വെക്കുവോ, ഇനിയും വെളിപ്പെടുത്തുവോ? നിന്നെ ദൈവം കണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് ഇനിയും നിന്നെ ഒളിച്ചു വെക്കുവോ, ഇനിയും നിന്നെ വെളിപ്പെടുത്തുവോ? നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന വേലയിൽ ഇനിയും നീ ഒഴിഞ്ഞു മാറുവോ, ഇനിയും നീ നിന്നെ വെളിപ്പെടുത്തുവോ? In the mighty name of Jesus. Oh Jesus. Oh la ba 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 shakataya ba. ഇനി നിന്നെ മറച്ചു വെക്കുവോ, ഇനിയും വെളിപ്പെടുത്തുവോ? നീ എത്രത്തോളം നിന്നെ ദൈവത്തിൻ്റെ മുമ്പിലും തൻ്റെ വചനത്തിൻ്റെ മുമ്പിലും നിന്നെ മറച്ചു വെക്കുന്നോ, അത്രത്തോളം നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികളും അവകാശത്തോടെ സാത്താൻ മറച്ചു പിടിക്കും. In the name of Jesus. നീ എത്രത്തോളം നിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കുന്നോ, അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികളെയും സാത്താൻ മറച്ചു പിടിക്കും. നീ എത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തുറന്ന പുസ്തകമായി സമർപ്പിക്കുന്നോ, അത്രത്തോളം തീയിറങ്ങി സാത്താൻ്റെ കയ്യെ കത്തിച്ചു മാറ്റി മറുപടികളെ നിന്റെ അടുത്ത് കൊണ്ടുവരും. In the mighty name of Jesus. Amen. ഇതുവരെ ഞാൻ വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അങ്ങയിൽ നിന്ന് വെളിപ്പെടട്ടെ. ഓ റായ്മാക്കോസിയ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, സമയം മുമ്പോട്ട് പോയി. ഞാൻ ഒരു വചനമേ എടുത്തിട്ടുള്ളൂ, അത് മതി. കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇതിലൊരുപാട് ദൈവഭക്തന്മാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അബ്രഹാം ലോത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. നെഹമ്യാവ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. മോശെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. അബ്രഹാം ലോത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. പൗലോസ് കൊലോസ്യർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. ഈ പ്രാർത്ഥനകളെല്ലാം മറുപടികൾ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുരുഷന്മാരൊന്നും അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ മറച്ചു പിടിച്ചവരല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അവരെ മറച്ചു പിടിച്ചില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്കൊന്നും ഒളിക്കാനില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിണക്കമില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് കള്ളത്തരമില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിശുക്കില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് വ്യാജമില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് ആർത്തിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് സ്വാർത്ഥതയില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവം ഒപ്പുവെച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം ഒപ്പുവെച്ചു. അവരുടെ പ്രാർത്ഥന ഫലം കണ്ടു. ഓ ഷയാഡാരാബാഗസിയ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് ഒപ്പുവെക്കുന്നൊരു ദിവസമാണിതെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവ് ഒപ്പുവെക്കുന്നൊരു ദിവസമാണ്, അപ്രൂവലാക്കുന്നൊരു ദിവസമാണിന്ന്. സിയാന്ധാരാല ബ്രോഷ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
പ്രാർത്ഥിച്ചേ. ദൈവം അത് റിലീസ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യട്ടെ. എനിക്കിനി എൻ്റെ മഹത്വം, എൻ്റെ കർത്താവേ, യേശുവിനെ പിതാവ് മഹത്വപ്പെടുത്തി, യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം, ഷയാലബ്രഹാസി, ഒരു കൊതി, ഒരു വാഞ്ച, ഒരു ദാഹം എന്നിലുണ്ട് ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? ശലബ്രഹതല ശതലബ റിയാൻതല റസ്ബ്രക തലബുഷ് കയബ സിഖതല ഹോ റാംസതല. എനിക്കറിയാം ഇന്നൊരു വലിയ ദൈവ സാന്നിധ്യം വന്ന് താങ്കളെ പൊതിയും. നിന്നെ പ്രകാശം കാണാൻ അനുവദിക്കത്തില്ലെന്ന് ശപഥമെടുത്തിരിക്കുന്ന ചില വാക്കുകൾ, നിന്നെ പ്രകാശം കാണാൻ അനുവദിക്കത്തില്ലെന്ന ശപഥമെടുത്തിരിക്കുന്ന വാക്കുകൾ, ആലോചനകൾ, ചിന്തകൾ, പ്രവർത്തികൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ കത്തി മാറട്ടെ. ജനത്തിൻ്റെ മേൽ നിന്ന് കത്തി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഓ, ഞങ്ങളിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഈ വിടുതൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവ് നിന്നെ തൊടുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. യേശു താങ്കളെ തൊടുകയാണ്. ലാംഥു റിബന ശിഖേന ബ്രിഗദബന ഹദുന റിബാബ ഷൈന ലെബ്ര ഖറ്റായ സെഥെ എബ്രയ ഹോസിഖേന രോഹമഹതുരു റബ്ചന ഹദുനരബദബശമ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോ, നിന്നെ മറച്ചു പിടിക്കുന്ന ശക്തികൾ, നിങ്ങളെ ഒളിപ്പിക്കുന്ന ശക്തികൾ, നിങ്ങളെ ഒളിച്ച് നിൽക്കുമാറാക്കുന്ന ദുർശക്തികൾ, സ്വാതന്ത്ര്യത്തിന്റെ കുറവുകൾ യേശുവിന്റെ നാമത്തിൽ വേട്ടുന്നു. നിന്നെ ഒരു രോഗത്തിന്റെ മറവിലാക്കുന്ന, ഭയത്തിന്റെ മറവിലാക്കുന്ന, ആകുല ചിന്തയുടെ മറവിലാക്കുന്ന, നിരാശയുടെ മറവിലാക്കുന്ന സകല മറയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പിതാവേ, യൂട്യൂബിൽ എന്നെ കാണുന്ന ഓരോ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ രക്ഷകനുമാകുന്ന യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇവരുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കല്ലറകളെ തകർക്കുന്ന ദൈവശക്തി ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവശക്തി ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഞാനിവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം റിലീസ് ചെയ്യുന്നു. ഈ ജനം അത് അനുഭവിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകല ജനത്തോടും ഈ തിരുവെഴുത്തിനോടുകൂടെയും കർത്താവിൻ്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നുവെന്നും എപ്പോഴും അരുമനാഥനാം യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തു മൂലം നമുക്ക് സകല മേഖലയിലും ജയം തന്ന അരുമനാഥന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വീഡിയോ അടുത്ത ഒരു വ്യക്തിക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ ചാനലിൽ നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ദൈവകൃപ ആർജിക്കുക. പരിശുദ്ധാത്മശക്തിയിൽ നിലനിൽക്കുക. വിശുദ്ധിയോടെ ആമേൻ ജീവിക്കുക. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു.